വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും നാം ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. മാർപ്പാപ്പ ക്രിസ്മസിനോടനുബന്ധിച്ച ഒരു പ്രസംഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത്. ഇന്ന് ഞാൻ മാർപ്പാപ്പയുടെ ക്രിസ്മസ് നാളിലെ എല്ലാ കൊല്ലവും നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്, ലോകത്തിന് മുഴുവനും നൽകുന്ന സന്ദേശം. അവിടെ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആണ്ടിൽ 2 പ്രാവശ്യമാണ് പ്രധാനമായും മാർപ്പാപ്പമാരെ വലിയ സന്ദേശം. നമുക്കറിയാം, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ബാൽക്കണിയിൽ കയറി നിന്ന് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ചത്തുരത്തിൽ ഒന്നിച്ചുകൂടുന്ന 10,000-കണക്കിന് ആളുകളോട് സംസാരിക്കുന്നു. അത് ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള സന്ദേശമാണ് നൽകുന്നത്. അവിടെ മാർപ്പാപ്പമാർ പല ഭാഷകളിലും അത് അവതരിപ്പിക്കുന്നുണ്ട്. മലയാളത്തിൽ പോലും ഒരു 10-70 ഭാഷകളിൽ കൃത്യം ക്രിസ്മസ് മംഗളങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഇപ്പോൾ അടുത്ത കാലത്ത് മാർപ്പാപ്പമാർ പിൻചെല്ലുന്നുണ്ട്. ഉർബി എത്ത് ഓർബി, ആശീർവാദം, അനുഗ്രഹം എന്നാണ് ഈ ആശംസയ്ക്ക് പറയുന്ന പേര്. ഉർബി ലാറ്റിൻ പദമാണ്. ഉർബി എന്ന് പറഞ്ഞാൽ പട്ടണത്തിനാണ്. ആ പട്ടണം പ്രധാനമായും റോമ പട്ടണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓർബി എന്ന് പറഞ്ഞാൽ ലോകമാണ്, ലോകം മുഴുവനെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം നഗരത്തിനും ലോകത്തിനുമുള്ള അനുഗ്രഹ സന്ദേശം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് മാർപ്പാപ്പ ക്രിസ്മസ് നാളിലും ഈസ്റ്ററിൻ്റെ ദിവസവും ആണ്ടിൽ 2 പ്രാവശ്യമാണ് പ്രധാനമായും നൽകുന്നത്. പിന്നെ വലിയ പ്രത്യേക അവസരങ്ങളിൽ, തിരഞ്ഞെടുപ്പെടുക്കുന്ന അവസരങ്ങളിലും മാർപ്പാപ്പമാർ ഈ സന്ദേശം കൊടുക്കാറുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ സന്ദേശത്തിൽ, ലോകത്തിന് മുഴുവനും നൽകുന്ന ഈ സന്ദേശത്തിൽ മാർപ്പാപ്പ ഊന്നൽ കൊടുക്കുന്നത് ലോകം മുഴുവനും സമാധാനമുണ്ടാകണം എന്ന കാര്യമാണ്. മാർപ്പാപ്പ ഈ നാളുകളിൽ എല്ലാ പ്രസംഗങ്ങളിലും സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. യുദ്ധം കഷ്ടമാണ്, നഷ്ടമാണ്, ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന സന്ദേശമാണ്. അത് പരിഹാരമല്ല, ഒന്നിനും പരിഹാരമല്ല എന്ന നിലപാടാണ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രസംഗത്തിലും ഈ ആശംസയിലും മാർപ്പാപ്പ നടത്തുകയുണ്ടായി. ഈ അനുഗ്രഹ സന്ദേശത്തിൽ ആദ്യമായി മാർപ്പാപ്പ പറയുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ്. അതിനെ മുൻകൈയെടുത്ത് നിൽക്കുന്നത് നമുക്കറിയാം ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ഈ നാളുകളിലെല്ലാം പറയുന്നുണ്ട്. അതേസമയം പറയുന്നുണ്ട് ഹമാസിൻ്റെ പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, ഹമാസിനോട് മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ, ഈ ആശംസയിൽ, ഈ ആഹ്വാനത്തിൽ പറയുന്നത് കസ്റ്റഡിയിലുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം. ഇത് രണ്ടും മനുഷ്യർക്കെതിരായ പ്രവർത്തനമാണ്. നിഷ്കളങ്കരായ മനുഷ്യർക്കുണ്ടായ അപകടമാണ്. ഹമാസ് ചെയ്ത നിഷ്ഠൂരത നമുക്കറിയാം. അതുവഴി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരാനിടയായി. യുദ്ധത്തിൻ്റെ ഫലമായി എത്രയോ നിരപരാധികളാണ്, കുഞ്ഞുങ്ങളും സ്ത്രീകളും രോഗികളും ആശുപത്രിയിൽ കഴിയുന്നവരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് യുദ്ധം അവസാനിക്കണം, ബന്ദികളായി പിടിച്ചു വച്ചിരിക്കുന്നവരെ ക്രൂരമായി പീഡിപ്പിച്ചു വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നുണ്ടല്ലോ. മറ്റൊരു കാര്യം, ഗാസയിലെ യുദ്ധത്തിൻ്റെ ഫലമായി വിഷമിക്കുന്ന ആളുകളുണ്ട്. ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റി പ്രശ്നമുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ചികിത്സയുടെ മരുന്നിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്തെല്ലാം തരത്തിൽ മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഉടനടി സഹായ വസ്തുക്കൾ എത്തിച്ച് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ ലോകം മുന്നോട്ട് വരണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു.
ഒരു മനുഷ്യത്വപരമായ ദൈവം മനുഷ്യനായി തീർന്ന് മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിയ ഈ നാളിൽ അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് അതിലുള്ള ഉത്കണ്ഠയും ദുഃഖവും വേദനയുമാണ് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അവിടുന്ന് യഥാർത്ഥത്തിൽ വിലപിക്കുകയായിരുന്നു. ഇസ്രായേലിനെയും പലസ്തീനെയും ഉദ്ദേശിച്ച് ഓർത്ത് അവിടുന്ന് വിലപിക്കുകയാണ് ചെയ്തത് തൻ്റെ ഈ സന്ദേശത്തിൽ. ഒക്ടോബർ 7-നാണല്ലോ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിൽ കടന്ന് അനേകരെ നമുക്കറിയാം ബന്ദികളാക്കി കൊണ്ടുപോയത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അവരുടെ വേദന മാർപ്പാപ്പ പറയുകയാണ്, അങ്ങനെ ബന്ദികളാക്കി കൊണ്ടുപോയവരെയും കൊന്നവരെയും അവരുടെ വേദന എൻ്റെ ഹൃദയത്തെ ദുഃഖത്തിലാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബന്ദികളായി വച്ചിരിക്കുന്നവരെ ഉടൻ മോചിപ്പിക്കുക എന്നത് അടിയന്തര ആവശ്യമാണ്. നിരപരാധികളായ ജനങ്ങൾക്ക് ഹാനികരമായ സൈനിക നീക്കം അതാണല്ലോ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവസാനിപ്പിക്കണം. അതോടൊപ്പം തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉടനടി സഹായ വസ്തുക്കൾ എത്തിച്ച് മരുന്നും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും എത്തിച്ച് ജനങ്ങൾ നേരിടുന്ന ദുരിതം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം മുഖ്യമായും മാർപ്പാപ്പ ഈ ലോകത്തിനും റോമാ നഗരത്തിനും വേണ്ടിയുള്ള ഈ പ്രത്യേക വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്ന ഈ ആഹ്വാനത്തിൽ ഊന്നൽ കൊടുത്തത് ഈ കൊല്ലം പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ഈ അസമാധാനപരമായ അന്തരീക്ഷം നേരെയാക്കുന്നതിനാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന്, മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന്, അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനുള്ള ആഹ്വാനമാണ് മാർപ്പാപ്പ നൽകുന്നത്. അത് കേട്ട് ലോകം മാനസാന്തരപ്പെടണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പ്രാർത്ഥിച്ചത് യുക്രൈനു വേണ്ടിയാണ്. നമുക്കറിയാം യുക്രൈൻ 2 വർഷത്തിലേറെയായി യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ഉണ്ടായിട്ട് 2 കൊല്ലം കഴിയുകയാണ്. അവിടെയും സമാധാനമുണ്ടാകണം. നമ്മൾ ഇത് പറയുമ്പോഴും അവിടെയും യുദ്ധം നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളാണ് 2 കൊല്ലം. എന്തുമാത്രം മനുഷ്യരാണ് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്, രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു, യുക്രൈനിൽ സമാധാനമുണ്ടാകണം, റഷ്യയുടെ അധിനിവേശ പരിപാടികൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. മറ്റൊരു രാജ്യം എപ്പോഴും ഈ പ്രസംഗങ്ങളിൽ ഈ ഉർബി എന്ന ഈ സന്ദേശത്തിൽ എപ്പോഴും സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് മാർപ്പാപ്പ നടത്താറുള്ളത്. സമാധാന രാജാവായാണ് ഈശോ പിറന്നിരിക്കുന്നത്. അവിടുന്ന് എപ്പോഴും പറയും സമാധാനത്തിൻ്റെ രാജാവാണ്, സംസ്ഥാപിക്കുന്നതിനാണ്. കർത്താവിൻ്റെ ആ പിറവിയിൽ നമുക്കറിയാം സ്വസ്ഥതയുണ്ടാകണം, യുദ്ധങ്ങൾ അവസാനിക്കണം എന്നതാണ്. മറ്റൊന്ന്, വർഷങ്ങളായി യുദ്ധവും അസ്ഥിരതയും നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. വേറെ രാജ്യങ്ങളുണ്ട് വർഷങ്ങളായി ഇതേവരെ പൂർണ്ണമായി അത് നിന്നിട്ടില്ല. സിറിയ, എന്തുമാത്രം പേരാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളത്. സിറിയയുടെ കാര്യം. ലെബനൻ അതുപോലെ തന്നെ ഉള്ള മറ്റൊരു രാജ്യമാണ്. യമൻ മറ്റൊരു രാജ്യമാണ്. ഇവിടെയെല്ലാം ഇപ്പോഴും യുദ്ധങ്ങളുണ്ട്, കലഹങ്ങളുണ്ട്, ഭീകരത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ളിടത്തെല്ലാം രാഷ്ട്രീയ പരിഹാരമുണ്ടാകണമെന്നാണ് മാർപ്പാപ്പ എടുത്തു പറയുന്നത്. രാഷ്ട്രീയമായി ഉള്ള ഒരു ഇടപെടലുണ്ടാകണം. രാഷ്ട്ര നേതാക്കൾ, UNO, ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ അതിൻ്റെ അകത്ത് ഇടപെട്ടാലേ ഈ പ്രശ്നങ്ങൾ സുഗമമായി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതെപ്പോഴും മാർപ്പാപ്പ നടത്തുന്ന ആഹ്വാനമാണ്. പക്ഷേ നമുക്കറിയാം അവരെല്ലാം നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിൽ, അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള അസ്വസ്ഥതയാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഉത്തര കൊറിയയും
ദക്ഷിണ കൊറിയയും തമ്മിലുള്ള യുദ്ധങ്ങൾ, കലഹങ്ങൾ, കലാപങ്ങൾ ഉണ്ട്. ഇതും അവസാനിക്കണം നിലനിൽക്കുന്നത്. അപ്പം ലോകത്തെ അസ്വസ്ഥത നിലനിൽക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്നു. ലോകം എന്നും യുദ്ധത്തിൻ്റെ വഴികളിലൂടെ പോകുന്നതാണ്. അപകടം അതിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് മാർപ്പാപ്പയുടെ ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ഇതിനും പുറമെ വീണ്ടും വിഷമിക്കുന്ന ആളുകളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി മാറിയ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. രണ്ടോ ഒന്നുമല്ല, നമുക്കറിയാമല്ലോ. ഇപ്പോൾ യുക്രൈനിൽ നിന്ന് പുറപ്പെട്ടു പോയി ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും നമുക്കറിയാം, ആന്തരികമായി നടക്കുന്ന സംഘർഷങ്ങൾ മൂലം നാടുവിടേണ്ടതായി വരുന്നു. ദാരിദ്ര്യം മൂലം നാടുവിടേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് മെച്ചപ്പെട്ട ഒരു സൗകര്യം, മെച്ചപ്പെട്ട അവസ്ഥ സംജാതമാകുന്നതിന് വേണ്ടി പോകുന്നു. ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായും കുടിയേറ്റക്കാരായും പോകുന്നതിനെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ വിഷമതകളുണ്ട്. നമ്മുടെ ആളുകളൊക്കെ പോകുന്നവർക്ക് എല്ലാം സുഖമാണ് എന്ന് നമ്മൾ കരുതിയാലും അവരുടെ ജീവിതവും അത്ര സുഖകരമല്ല എന്ന കാര്യം നമ്മൾ മറക്കരുത്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. മാർപ്പാപ്പ ഇവരെല്ലാം അനുസ്മരിച്ചു. ഇതാണ് മാർപ്പാപ്പ ക്രിസ്മസ് നാളിൽ ചെയ്ത ഒരു വലിയ ആഹ്വാനം, ലോകത്തിന് നൽകിയ ആഹ്വാനം. സമാധാനമാണ് ലോകത്തുണ്ടാകേണ്ടത്. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്നും അത് തന്നെയാണ്. നമ്മൾ അറിയാം, മാലാഖമാരുടെ ഗീതത്തോടെയാണല്ലോ അത് ആരംഭിക്കുന്നത്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തിൽ സമാധാനമുണ്ടാകണം. സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ്. നമ്മൾ സന്മനസ്സോടെ മുന്നോട്ട് വന്നാലേ സമാധാനം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഹൃദയങ്ങൾ തുറന്നാലേ നമുക്ക് സമാധാനമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എല്ലായിടത്തും സമാധാനമുണ്ടാകുവാൻ ക്രിസ്മസ് ഇടയാകണമെന്ന ആശംസയാണ് പരിശുദ്ധ പിതാവ് നടത്തുന്നത്. നമുക്ക് ഓർക്കാം, ദാരിദ്ര്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ വന്ന് പിറക്കുന്നത്. അവിടത്തേക്ക് പിറക്കാൻ സ്ഥലം കിട്ടിയില്ല എന്ന് നമുക്കറിയാം. ബെത്ലഹേമിലെത്തുമ്പോൾ കണക്കെടുക്കാനാണ് കർത്താവ് പോയത്. എല്ലാ സത്രങ്ങളിലും അവിടുന്ന് യൗസേപ്പ് പിതാവും മറിയവും, പ്രത്യേകിച്ച് യൗസേപ്പ് പിതാവ് ചെന്ന് മുട്ടി ചോദിച്ചു. എങ്ങും സ്ഥലം കിട്ടിയില്ല, സത്രത്തിലിടയില്ല. എല്ലാവരും അങ്ങനെ അങ്ങോട്ട് വന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ബെത്ലഹേം ഈശോ പിറന്ന സ്ഥലം ഈ കൊല്ലം കാര്യമായി അവർക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരു പലസ്തീൻ്റെ ഭാഗമായി കൂടിയാണല്ലോ ബെത്ലഹേം നിലകൊള്ളുന്നത്. അത് ദാവീദിൻ്റെ പട്ടണമാണ്. നമുക്കറിയാം, അപ്പത്തിൻ്റെ പട്ടണമെന്നാണ്, അപ്പത്തിൻ്റെ വീട് എന്നാണ് ബെത്ലഹേം എന്ന് പറഞ്ഞാൽ അർത്ഥം. അവിടെയാണ് അപ്പമായി തീരാൻ, നമുക്ക് വേണ്ടി അപ്പമായി തീരാനുള്ള ദൈവപുത്രൻ വന്ന് പിറന്നത് എന്നത് നമ്മൾ ഓർക്കണം. അപ്പം എന്ന് പറയുന്നത് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പമായി വരുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് നമ്മുടെ വിശപ്പടക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനുദിനം ജീവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥ എല്ലാവർക്കും നൽകാനാണ് ദൈവപുത്രൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് പിറന്നത്. അവൻ പിറന്നത് കാലിത്തൊഴുത്തിലാണ് എന്നത് അർത്ഥം വയ്ക്കുന്നത് നമുക്കറിയാം, വളരെ താഴ്ന്ന അവസ്ഥയിലുള്ള ആളുകളുടെ തലത്തിലേക്ക് ഇറങ്ങി വരാനാണ്. രാജകൊട്ടാരത്തിൽ അവൻ പിറന്നില്ല എന്ന് ചിന്തിക്കാം. എന്തുകൊണ്ട് പിറന്നില്ല? അവന് പിറക്കാമായിരുന്നില്ലേ? അങ്ങനെ വന്നാലുള്ളൊരു പ്രശ്നം, പാവപ്പെട്ടവർ പുറത്താക്കപ്പെടുമായിരുന്നു. രാജകൊട്ടാരത്തിലേക്ക് ഒരു പാവപ്പെട്ടവന് കയറി ചെല്ലാൻ പറ്റില്ല. ആട്ടിടയന്മാർക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ആർക്കും വരാം. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഏറ്റവും എളിയവരായ മനുഷ്യരോട് പോലും താതാത്മ്യപ്പെടുന്നതിനാണ് കർത്താവ് ഈ പുൽക്കൂട്ടിൽ ജനിച്ചത് എന്ന കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്.
എല്ലാവരോടും പങ്കുചേരാൻ, ആർക്കും അവിടെ ചെല്ലാം. അവിടെ ചെന്ന ആദ്യമായി ഉണ്ണീശോയെ പോയി കണ്ടത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആട്ടിടയരാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. രാവും പകലും ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യൻ. ഉറങ്ങാൻ അവർക്കുണ്ടായിരുന്നത് ഗുഹകളാണ്. അതുപോലുള്ളൊരു ഗുഹയിലാണ് കർത്താവും വന്ന് പിറക്കുന്നത് എന്ന കാര്യം ഓർക്കണം. മാലാഖ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം അറിയിക്കുന്നത് അവർക്കാണ്, എളിയവർക്കാണ്. അവർക്ക് അങ്ങോട്ട് ചെല്ലാം. ഇതാ സകല ലോകത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, സകല ജനത്തിൻ്റെയും രക്ഷകൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ ഇന്ന് പിറന്നിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് നൽകപ്പെടുന്ന അടയാളം. വെള്ളക്കച്ചകളാൽ പൊതിഞ്ഞ് അവൻ കാലിത്തൊഴുത്തിൽ കിടക്കുന്നു, ശയിക്കുന്നു എന്നാണ് മാലാഖമാർ പറഞ്ഞത്. ആ പാവപ്പെട്ട മനുഷ്യർ നമുക്കറിയാമല്ലോ, ഉടനെ തീരുമാനിച്ചു നമുക്ക് അവിടം വരെ ഒന്ന് പോകാം, മാലാഖമാർ പറഞ്ഞത് കാണാം. അത് അവരുടെ തുറവിയും നിഷ്കളങ്കതയുമാണ്. അവർ പോയി കർത്താവിനെ കണ്ട് ആരാധിക്കുന്ന ചിത്രമുണ്ട്. ഇത് മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ഒരു കഥയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു സ്ത്രീ തൻ്റെ പേരക്കിടാവിനെ കൈ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പ്രസംഗിച്ച് നടക്കുന്നതിന് അവസരത്തിൽ പറഞ്ഞു, മോനെ, ഈ കുഞ്ഞിനെ, ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ആ കാലിത്തൊഴുത്തിൽ പോയി ഈ മനുഷ്യനെ കണ്ടതാണ്. അവൾ പറയുന്നത് ഇതാണ്, നമ്മളെക്കാൾ ദരിദ്രനായിരുന്ന അവൻ അവിടെ കിടക്കുന്നത് കണ്ടത്. ഞങ്ങൾ കൊണ്ടുപോയ ചില ഉടുപ്പുകളാണ് അവന് നൽകപ്പെട്ടത്, നമ്മളെക്കാൾ പാപം. ഇതാണ് ഒരു കർത്താവിൻ്റെ പിറവിയുടെ ഒരു വലിയ അർത്ഥം. അതുകൊണ്ട് ഇന്ന് അവൻ രക്ഷകനായി എല്ലാ ആളുകൾക്കും സൗഖ്യവും സന്തോഷവും സ്നേഹവും പകർന്നു കൊടുത്തുകൊണ്ട് നടന്നു നീങ്ങുന്നു. നീ ഇത് ഓർക്കണം, അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് ദൈവം. ക്രിസ്മസ് നാളിൽ നമ്മളിലുണ്ടാകേണ്ട വലിയ വികാരങ്ങളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, എല്ലാവരോടും ദയയോടുകൂടി പെരുമാറാൻ, സ്നേഹത്തോടെ പെരുമാറാൻ, ആർദ്രതയോടെ പെരുമാറാൻ ഉള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ ആ പ്രസംഗത്തിൻ്റെ അന്തസ്സത്തെ എന്ന് ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തുകയുണ്ടായല്ലോ. ലാളിത്യത്തിൽ ജീവിക്കണം ക്രിസ്മസ് എന്ന് പറയുന്നത് വെറുതെ അല്ല, അതാണ് സുവിശേഷം. ആഡംബരത്തിൻ്റെ പുറകെ, ഉപഭോഗത്തിൻ്റെ പുറകെ പോകുന്നത് തെറ്റാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. പാഴ്ചെലവുകൾ ഇല്ലാതാക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ്. ലോകത്തെ സമാധാനം, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതിനുള്ള ഏക വഴി തന്നെയാണ് നമുക്ക് ഓർക്കാം ലാളിത്യത്തോടെ നമ്മൾ പെരുമാറുന്നത്. ദരിദ്രർ, എളിയവർ എന്നിവരുടെ അനുഭവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ അനുഭവത്തിലേക്കാണ് ദൈവം കടന്നു വന്നത്. ക്രിസ്മസ് അതുകൊണ്ട് നമ്മളിൽ വലിയൊരു മാറ്റം വരുത്താൻ ആഹ്വാനം ചെയ്യുന്ന തിരുനാളാണ്, ഏറ്റവും വലിയ തിരുനാളാണ്. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന അനുഭവമാണ്. മത്തായിയുടെ സുവിശേഷം യൗസേപ്പ് പിതാവിനാണ് പിറവിയുടെ, ഈശോയുടെ ജനനത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നത്. ലൂക്കാ മറിയത്തോടാണ് പറയുന്നത്. മറിയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ മംഗലവാർത്തയും തിരുപ്പിറവിയുടെ കാര്യങ്ങളും എല്ലാം പറയുന്നത്. മത്തായി സുവിശേഷകൻ പറയുകയാണ്, കുഞ്ഞിൻ്റെ പേര് എമ്മാനുവേൽ എന്നായിരിക്കും. കുഞ്ഞിൻ്റെ പേര് എമ്മാനുവേൽ. എമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എമ്മാനു എന്ന് പറഞ്ഞാൽ നമ്മോട് കൂടെ എന്നാണ്. ഏൽ ദൈവമാണ്, ദൈവത്തിൻ്റെ ഹീബ്രു പദമാണ്. ദൈവം നമ്മോടുകൂടെ എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത് എന്ന് നമ്മൾ യൗസേപ്പ് പിതാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. പേരതാണ്, ദൈവം നമ്മോട് കൂടെ, എല്ലാ മനുഷ്യരോടും കൂടെ. അത് ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നത് വഴി
അവൻ നമ്മോട് കൂടെയായിരിക്കുന്നു. അങ്ങ് വിദൂരത്തിരിക്കുന്ന ആളല്ല അവൻ, നമ്മോട് കൂടെ നമ്മുടെ ചാരെ വസിക്കുന്നവനാണ്. നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവനാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നവനാണ്, നമ്മുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നവനാണ്, സഹനങ്ങളിൽ പങ്കുചേർന്നവനാണ്. അതാണ് ആ ദൈവം നമുക്ക് പ്രിയങ്കരനായി തീരുന്നത്. അതാണ് എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ നമുക്ക് നൽകുന്ന പാഠം അതാണ്. ഇനി നമുക്കറിയാം, ഇപ്പം കർത്താവ് തന്നെ പിതാവ് ഏൽപ്പിച്ച ദൗത്യമെല്ലാം നിർവഹിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ പിതാവിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. പക്ഷേ കയറിപ്പോകുന്നതിന് മുമ്പ് നമുക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളോട് കൂടെ, നമ്മോട് കൂടെയുള്ള ദൈവം, ആ ദൈവത്തെ എന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ആ ദൈവത്തോടു കൂടെ നടക്കാൻ സാധിക്കണം. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്മസിലൂടെ നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം ഇതാണ്. ആ അനുസ്മരണം നമ്മൾ സജീവമായി ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഉൾക്കൊള്ളുകയാണ്. ഇതിന് നമുക്ക് സാധിക്കട്ടെ. ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സന്ദേശവുമായി, മാർപ്പാപ്പയുടെ സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.